രതീഷേ, പണ്ട് കാലത്തെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ പെട്ടിയിൽ നമ്മൾ ബുക്കൊക്കെ ആക്കി പോയ ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കൊണ്ടുപോയിട്ട് കേട്ടാ. ഓ, അപ്പോൾ നമ്മളെന്താ പരിപാടി? മട്ടൺ ഹനീത്. അപ്പോൾ നമ്മൾ 2 കുഞ്ഞാടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അധികം മസാലകളൊന്നും ചേർക്കാതെ നമ്മൾ മട്ടൻ്റെ ഹനീത് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. സാധാരണ രീതിയിലുള്ള ഹനീതല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ പഴയ കാലത്തെ ട്രെഞ്ച് പെട്ടി, അതല്ല ട്രെഞ്ച് പെട്ടി അല്ലേ? അപ്പോൾ ഈ ട്രെഞ്ച് പെട്ടിക്കകത്താക്കി നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണേ. അപ്പോൾ നമ്മൾ അധികം വൈകുകൾ നേരെ പരിപാടിയിലേക്ക്. നല്ല മണ്ണില്ലേ, സൂപ്പർ മണ്ണ്. അപ്പോളേ ഇന്ന് നമ്മളിവിടെ ഒരു അതിഥി ഉണ്ട് കേട്ടാ. അപ്പോൾ പുള്ളിയും കൂടി ക്ഷണിക്കാം. പുള്ളി നമ്മുടെ വീഡിയോയിൽ വരണം പണ്ട് ഭയങ്കര പുള്ളിയും കാര്യങ്ങളൊക്കെയാണ്. വരും. അതെ അതെ, ഇന്ന് നമുക്ക് പറ്റിയ ദിവസം കുഴികുത്തിന് പരിപാടിയൊക്കെ ഇന്ന് ആളൊന്നും വേലി അതെ. മണ്ണൊക്കെ മാന്താറില്ലേ? പിന്നെ മാന്തി അപ്പുറത്ത് കേട്ടോ, അപ്പുറ സൈഡിൽ കിട്ടി മണ്ണ. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് കുഴി വിട്ടാം. സംഭവേ നല്ല സുഖം, കല്ലൊന്നുമില്ല, പാറൊന്നുമില്ല. രതീഷേ, അൻഫിലൊക്കെ പടി പഠിച്ചുട്ടാ. അല്ല, ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ട് പണി. അടിപൊളി മതി. ഓക്കെ, നമുക്ക് ആടൊക്കെ അറുത്ത് പീസാക്കല്ലേ. നല്ല കുഞ്ഞാടാണ് കേട്ടാ. ഇത് കുഞ്ഞേ പറ്റുമോ? ഇളം പാട്. അത്രയേ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ, പേരൊന്നുമില്ലത്. അടിപൊളി അല്ലേ? എടുത്തോ. അപ്പോൾ അവിടെ ഇതൊക്കെ തുറക്കണമെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ചിരട്ട കത്തിക്കണം. മതി മതി, അനുസരിച്ച് മതി. അതിലൊക്കെ കാര്യത്തിലൊക്കെ മിടുക്കലാണ്. പുല്ല് മീൻസ് ഒരു പ്രത്യേകതരം പുല്ലാണ്. കുറച്ച് കല്ലുപ്പ് മതി. പെപ്പർ, ചൂട് ഭയങ്കര ചൂടാണല്ലേ. നേരോടല്ലേ? മൂടണം, വന്നിട്ടോ വന്നിട്ടേ അരിപ്പോ. അപ്പോൾ ഇനി ഒരു 3 മണിക്കൂർ ഇതിനകത്തിരിക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അല്ലേ? മതി, വിട്ടോളെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ 2-2.5 മണിക്കൂർ നമ്മൾ കുഴിയിലിട്ട് ഇതാക്കിക്കണ്ട. നമ്മളപ്പോഴേക്കും ഒരു ലൈവ് വീഡിയോ ചെയ്തു. ലൈവ് വീഡിയോ ചെയ്ത് രസകരമായ കമൻറ്റുകളൊക്കെ അതെ കണ്ട ആളുകളുണ്ടാവും. രസകരമായ കമൻറ്റുകളൊക്കെ വന്നിട്ടാ. അപ്പോൾ നമ്മളെന്തായാലും ഇത് എടുക്കാൻ പോകണം. കാരണം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുഞ്ഞാടാണ്, എത്രത്തോളം ബന്ധുണ്ട് എന്താണെന്നുള്ളത് നമുക്കിത് തുറന്ന് നോക്കിയാൽ നമുക്കറിയാം കേട്ടോ. മാറ്റല്ലേ? അതെ, മാറ്റാം.
അൻഫൽക്കാരെ കണ്ടുല്ലേ? കണ്ടു കണ്ടു. ചൂടുണ്ട് നോക്കാം. നല്ല ചൂടുണ്ട്, മണ്ണ് വരെ ചൂടുണ്ട്. മണ്ണ് വരെ ചൂടുണ്ട്. നല്ല ടൈറ്റ് അല്ലേ? കിട്ടി, നമ്മളെ പെട്ടി കിട്ടി. ഒന്ന് കിട്ടി. അതെ, ട്രെഞ്ച് പെട്ടി. നമ്മുടെ സൈഡ് മണ്ണിട്ടോണ്ട് ടൈറ്റ്. അപ്പോ നമ്മുടെ പെട്ടി ചൂടുണ്ട് എപ്പോഴും അല്ലേ? നല്ല ചൂടുണ്ട്. കുഴിന്റെ ഉള്ളിൽ നിന്ന് ചൂട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും തുറന്നു നോക്കണേ. സംഭവം പെട്ടി ഇപ്പോഴും ചൂടുണ്ട്. അതൊക്കെ പുഴുങ്ങില്ലേ അല്ലേ? പക്ഷെ ആ പുല്ലിന്റെ സ്മെല്ലും ഉണ്ട് കേട്ടോ അല്ലേ? നല്ല മണമുണ്ട് അടിയിൽ പുല്ല്. നല്ല മണം കേട്ടാ പുല്ലിന് അല്ലേ? പുല്ലിന് ഇത്രയും മണമുള്ളത് നമ്മൾ ഇന്ന് അറിഞ്ഞിട്ടാ. പുല്ലിട്ടാ ഇത് സംഭവേ. മണമുണ്ടല്ലോ. ഇറച്ചിയൊക്കെ നോക്ക്. കളറ് നോക്കില്ലേ? അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് നോക്കാം. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കണം. അവിടെ എന്തറിയോ? ഇരുട്ടായ പോലെ 5:45 ഇരുട്ടായി. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം. കളറാട്ടാ ഇത് ശരിക്കും ഇതായില്ലേ? അടിപൊളിയാകും. അടിപൊളി കളറല്ലേ? ആ കളറിന് കൊടുക്കണം അല്ലേ? നോക്ക്. നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകട്ടാ. എന്താ കളർ നോക്കിയാൽ അല്ലേ? അടിപൊളി കളറൊക്കെ ആട്ടാ. ഇത് വെന്തോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞാടാണല്ലോ. കഴിച്ചോളാം. ഞാൻ വെറുതെ ഇത് കാണിക്കുകയാണ് ആളുകളെ. വാര്യല്യം തന്നെ തുടങ്ങാല്ലേ? അതെ, വാര്യലാണ് രുചി. ഇതില്ലേ ഇതില് മുക്കുക കേട്ടാ. അപ്പൊ നമ്മളിതിന് വെറും ഉപ്പ് ഇപ്പുറത്തിട്ടേ. അപ്പുറം ഉപ്പില്ലേ? ഉപ്പ് നമ്മൾ ഇപ്പുറത്തിട്ട സാധനം ഇപ്പുറത്തെത്തിണ്ട്. ആ ഉപ്പും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുരുമുളകും ഇതാ ആവശ്യമില്ല. ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മളാണ് കൂടുതൽ മസാല ഇട്ട് കഴിക്കാം. ഇതെന്തറിയാം? പ്രോട്ടീൻ കഴിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് പ്രോട്ടീൻ കിട്ടും. ഒരു കേടുമില്ല, എണ്ണല്ല, ഒന്നുമില്ല. ഒരു സാധനമില്ല. അതിന് കൊഴുപ്പിൽ തന്നെ അത് വെന്താ സംഭവം അടിപൊളി കിട്ടും. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഉണ്ടാക്കണേ കുറച്ച് റിസ്ക് ആണെന്നുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലൊക്കെ അടക്കുണ്ടാക്കാനും. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ലൈറ്റ് പെപ്പർ ഇടുക. ലൈറ്റ് ആയിരുന്നാ സോൾട്ട് ഇങ്ങനെ കയറി കൊടുക്കുക വേണമെങ്കിൽ കേട്ടോ. എന്നിട്ട് ഒരു നാരങ്ങ നീരിങ്ങതാ പിഴിഞ്ഞു കൊടുക്കുക. വേണ്ട, പക്ഷെ നാരങ്ങ നീരൊന്നും ഇതൊന്നും വേണ്ട കാര്യമില്ല. രുചി തന്നെ എൻ്റെ. നോക്ക്, നല്ല പഞ്ഞു പോലെ ആയിട്ടാണ്. ഇത് കുഞ്ഞാടായതുകൊണ്ടാണ്ടാ. ഒരുപാട് മൂത്താടിട്ട സാധനം ആ പ്രശ്നമായി കളഞ്ഞു. ഇത് ശരിക്ക് നമ്മുടെ ചട്നി എങ്ങനെയുണ്ട്? ഡിപ്പ് നല്ല എരിയുണ്ട്, സ്പൈസി സംഭവം. ഇറച്ചി നമ്മുടെ അടുത്ത് ഒരുപാട് കേട്ടാ. നമ്മളോട് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർ പുറത്ത് വരിക, അവർ മാറ്റി വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളിന്ന് റെഡിയാക്കാം. എന്തായാലും അവർ കൊടുക്കണം കേട്ടാ. സംഭവം അറിയാം, ഈ രുചി അവർ അറിയട്ടെ. ഒന്ന് രണ്ടാൾ ഇങ്ങനെ മസാല ഇല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എനിക്കും സംശയം ഉണ്ടായി. ഇത് ക്യാമറ ഓഫ് ആക്കിയുണ്ട്, ഇവിടെ യുദ്ധം കറിഞ്ഞ്. ആ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി വിളിച്ച് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ദേഷ്യം കേട്ടോ. സംഭവം അറിയാം. ജിത്തു എങ്ങനെയുണ്ട്? സംഭവം അടിപൊളി. രസപ്പെടാൻ എങ്ങനെയുണ്ട് ശരിക്കും പറയും? നല്ല രസം, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ സാധനം മസാലക്കാളും ടേസ്റ്റ് അല്ലേ? അതിന്റെ മീറ്റിന്റെ ആട്ടിന്റെ രുചി ഒറിജിനൽ മീറ്റിന്റെ രുചി നമുക്ക് വെറുക്കൂല. എത്ര വേണമെങ്കിലും മസാലകളൊന്നും ഒരുപാട് ഒന്നുമില്ല. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ. ഈ ചട്നി മുക്കുമ്പോൾ ടേസ്റ്റ് കാര്യം പറയട്ടെ, അടിപൊളിയായിട്ട്. അതുപോലെ